വെൽക്കം ടു സത്രം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടാകും. ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മളിന്ന് ഇപ്പോൾ പോകാൻ പോകുന്ന സ്ഥലമാണ് സത്രം. ഇന്നിത് ഇപ്പം നേരം വെളുത്ത് വരുന്നത്. നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ജാക്സനുണ്ട്. നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത്. നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലമാണ് സത്രം. സംഭവം ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മളിതിന് മുന്നേ പലപ്പോഴും പോയിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഇതുവരെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പം വ്ളോഗൊക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയതുകൊണ്ട് ഇനി നമ്മൾ ഈ സ്ഥലമെല്ലാം നിങ്ങളെ കൂടെ കാണിക്കാൻ ഓർത്താണ് പോകുന്നത്. അവിടെ ഒത്തിരി മൃഗങ്ങളൊക്കെ ഉള്ളു കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ കാട്ടുപോത്ത, ആന, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ കണ്ടുള്ള. പിന്നെന്താ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ പോയേക്കാം പോലെ. അപ്പം നമ്മളിവിടെ കാഞ്ഞിരപ്പള്ളി ആയതുകൊണ്ട് നമുക്ക് പോകേണ്ടത് നമ്മൾ മുണ്ടക്കയം കുട്ടിക്കാനം വഴിയാണ്. അപ്പോൾ പോയേക്കാം. നമ്മളങ്ങനെ മുണ്ടക്കയം ടൗൺ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആയിട്ടാണോ ഡിസംബർ മാസമൊക്കെ ആകാറായിട്ടാണോ എന്നാണ് നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ പെട്രോൾ ഇട്ടിട്ടുണ്ട്. ആസ് യൂഷ്വൽ കാടുമലയൊക്കെ ആയതുകൊണ്ട് അടച്ചിട്ടുണ്ട്. റിസ്ക് എടുക്കാത്തതുകൊണ്ട് അപ്പോൾ പോയേക്കാം. നമ്മളങ്ങനെ വന്നിട്ട് ഇവിടെ കൊടികുത്തി എത്തിയിരിക്കുകയാണ്. ഇവിടെ ഐറ്റം കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കുക. വ്യാഴാഴ്ചയാണ് സാറിന് ബുധനാഴ്ച, അത് വ്യാഴ്ച തന്നെയായിരുന്നു അല്ലേ. ഇവിടെ കാളച്ചന്തയുണ്ട്. ഇതുണ്ടോ കിടക്കുന്ന ഇത്രയും ലോറികൾ, വണ്ടികൾ, ആൾക്കാർ എല്ലാവരും മാടക്കാള എല്ലാം വാങ്ങാൻ വാങ്ങിക്കുന്നതാണ്. ഇഷ്ടംപോലെ കുറേ ഉണ്ട്, വലിയൊരു ഏരിയ. അപ്പോൾ നമ്മൾ പെരുവന്താനം എത്തിയിരിക്കുകയാണ്. നമ്മുടെ സെൻറ് ആൻ്റണീസ് കോളേജിൻ്റെ തൊട്ട് താഴെ ഇത് സെൻറ് ആൻ്റണീസ് കോളേജാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും സ്ഥിരം കാണുന്നത്, പക്ഷേ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. മഞ്ഞ് നിൽക്കുന്നുണ്ടോ അല്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല തട്ട് വിരിച്ച പോലെ താഴെ ഇങ്ങനെ മഞ്ഞാണ് കിടക്കുന്നത്. ഏകദേശം അങ്ങനെ നമ്മൾ വളഞ്ഞാനം വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട്. മഞ്ഞൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഭയങ്കര തണുപ്പായിരുന്നു. വെളുപ്പിനെ ബൈക്കിലൂടെ ആയിട്ടേ നമ്മളെ കൈയൊക്കെ തണുത്ത് മരച്ചിട്ടുണ്ട്. കുറച്ച് കുരങ്ങന്മാരൊക്കെ ട്രിപ്പുണ്ട്. പിന്നെ ഏതോ കോളേജുകളിൽ നിന്നൊക്കെ ടൂർ വന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. വെളുപ്പിനെ ഇവിടെ ഇറങ്ങിയിപ്പോണ്ട്. അപ്പോൾ നമുക്കൊരു ചായ വല്ലതും കുടിക്കും. രാവിലെ നല്ല ചൂട് പഴംപൊരി കേട്ടോ. ചായ ഓൺ ദ വേ ആണ്. നമ്മൾ ചെറുപ്പം തൊട്ട് തുടങ്ങിയ പരിപാടി കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിനടി വന്ന് ഇതുപോലെ ചൂട് പഴംപൊരി അല്ലെങ്കിൽ ആ ചൂടുന്ന കൂടെ ബ്രെഡ് കഴിക്കുന്നത് നമുക്ക് വേറെ വൈബാണ് തരുന്നത്. അങ്ങനെ നമ്മുടെ ചായ, ഇതൊരു കിടിലം ഫ്രെയിമാണ് കേട്ടോ ചായ കുടിക്കാൻ. നമ്മളൊരു പഴംപൊരിയും മേടിച്ചായിരുന്നു, അത് കഴിക്കാൻ പറ്റ പാടത്. ഈ കുരങ്ങന്മാർ കിടക്കുന്നുണ്ടോ, അവന്മാർ നമ്മുടെ പുറകെ നിൽക്കുമായിരുന്നു. നമ്മൾ അടുത്തുനിന്നൊരു ചേട്ടൻ്റെ പപ്പടം പോളിയൊക്കെ തട്ടിക്കൊണ്ട് പോയി. ഭീകരന്മാരാണ് ഇവന്മാർ. അങ്ങനെ നമ്മൾ വന്നു വന്ന അവസാനം കുട്ടിക്കാനം ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടിക്കാനം ടൗൺ നമ്മുടെ പുറകെ കാണുന്ന കേട്ടോ മരിയൻ കോളേജ്. അവരുടെ പുതിയൊരു ഗേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡിൽ കൂടെ തന്നെ എൻട്രി ഉണ്ട്. ആ ഒരു സൈഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി പോയി. അങ്ങനെ നമ്മൾ വന്ന് വണ്ടിപ്പെരിയാർ എത്തിയിട്ടുണ്ട്. പാമ്പനാറ് കഴിഞ്ഞപ്പോൾ തൊട്ടല്ലോ ക്ലൈമറ്റൊക്കെ ഞങ്ങൾക്ക് പറയാം. വെട്ടമൊക്കെ അങ്ങോട്ട് വന്നത് പോയിട്ട് ഭയങ്കര മഞ്ഞായിരുന്നു, ഒന്നും കാണത്തില്ലായിരുന്നു. തണുത്ത് പറിച്ച് വന്നപ്പോൾ വണ്ടിപ്പെരിയാറാണ് കേട്ടോ നിൽക്കുന്നത്. അതിൽ ആ തൊട്ടപ്പുറ വളവ് തിരിഞ്ഞാണ് പോലീസ് സ്റ്റേഷൻ. പിന്നെ ഇതുണ്ട്, ബോർഡുണ്ട്, സത്രം വണ്ടിപ്പെരിയാർ. നമുക്കിതിലെ വേണേൽ പോകാം അല്ലേ സത്രം. പക്ഷേ ഇത് മെയിൻ വഴിയല്ല, അപ്പുറത്തെ വഴിയുണ്ട് കയറി പോകാനുള്ള. നമുക്കപ്പം ആ വഴി തന്നെ പോകാം. നമുക്കിത് അങ്ങോട്ട് പോകാം. ഞാൻ അവിടെ കാണിച്ചു തരാം വഴി. നമുക്ക് വേണ്ടത് വണ്ടിപ്പെരിയാർ വഴി എത്തിയിട്ടുണ്ട്. കാണിക്കും ഈ കാണുന്ന വഴിയുണ്ട്, ഈ ഒരു വഴിയാണ് നമ്മൾ കയറി പോകുന്നത്. വയസ്സപ്പതേ നമ്മളിവിടെ ഇങ്ങനെ വണ്ടി തിരിച്ചു. ഞാൻ ആ വഴി കണ്ട സത്രം ഒന്നും പോകണമെങ്കിൽ അവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സത്രം പോകുന്ന വഴി. കണ്ട ഗവിക്കും ഇതിലെ ആട്ടോ പോകുന്നത്. അത് ഞാൻ മുന്നോട്ട് കാണിച്ചു. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയുള്ള പോകുന്ന വഴി ഒരു രക്ഷയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അടിപൊളി ഭാഗ്യമാണ്.
അങ്ങനെ ഇതൊരു ഇവിടുത്തെ മെയിൻ നദിയാണ്. മഴ കുറവായതുകൊണ്ടാണ് വെള്ളം കുറവ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല നിറഞ്ഞു നോക്കുന്നത്. എനിക്കൊന്നും ഇത് നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളമാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇവിടെ എല്ലാം വഴിയിൽ ബോർഡുണ്ട് കേട്ടോ, സത്രം. അങ്ങനെ നമ്മൾ ഈ റോഡെ വന്നുകൊണ്ടിരിക്കുകയാണ്. എടാ അത് ഇവിടെ ഇതിൽ സൈഡിൽ കളിക്കുക. നമ്മളാ നേരത്തെ ഒരു നദി കണ്ടില്ലേ, അതിലേക്ക് പോകാനാണ് കേട്ടോ. ഇട സൈഡിൽ വെക്കടാ, അവിടേക്ക് ഗേറ്റിനവിടെ. നമ്മളങ്ങനെ നേരത്തെ കണ്ടില്ല ആ ഒരു നദി. അത് അത്യാവശ്യം വലിയ നദിയാണ്, നല്ല താഴ്ചയൊക്കെ ഉള്ളതാണ്. നമുക്ക് ആ ഒരു കണ്ട ഏരിയയിൽ നിന്ന് മനസ്സിലാകാത്തതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ വഴി കാണിച്ചു. ഇതാണ് നമ്മൾ വന്ന വഴിയെ വരും. ഇങ്ങനെ ഒരു കട കാണാം, പിന്നെ ഇവിടെ കുറച്ച് ജീപ്പുകളൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കാണാം. അതാണ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോയിൻ്റ്. ആ ഒരു വഴിയെ അധികമൊന്നുമില്ല, ജസ്റ്റ് കുറച്ചിറങ്ങിയാൽ മതി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ ബൈക്കിൽ വന്നിട്ട് നമുക്ക് ഫോണിലൊന്നും തൊടാൻ പോലും പറ്റുന്നില്ല. ഇതാണ് ഐറ്റം. അങ്ങനെ നമ്മൾ നടന്നിവിടെ എത്തിയിരിക്കുകയാണ്. വെള്ളം വേണ്ടെന്ന് തോന്നിയത് ചേട്ടനൊക്കെ ചെരുപ്പ് കൂടി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടോ, നല്ല രസമാണ്. നമ്മൾ ഈ വയനാട് പോകുമ്പം നമ്മളെന്താ കുറുവാദ്വീപല്ലേ, അതെ കുറുവാദ്വീപിനകത്ത് പോകുമ്പോൾ നമ്മളെ വെള്ളം കാണത്തില്ല. അതുപോലെ ഇതൊക്കെ ഇങ്ങോട്ട് ഇഷ്ടംപോലെ കുഴികളുണ്ട് കേട്ടോ. ഈ കാണുന്ന എല്ലാ പാറയ്ക്കകത്തും കാണും. അതുകൊണ്ട് വെള്ളം ഉള്ളപ്പോഴില്ലാത്തപ്പോഴൊക്കെ സൂക്ഷിച്ചൊക്കെ ഇതിലേക്ക് പോകാവുള്ളൂ. ചിലപ്പോൾ നമ്മളിവിടെ വന്നാൽ അപ്പുറത്തെ പറമ്പിലേ പോയി പൊങ്ങത്തുള്ളായിരിക്കും. അതും ഡെഡായിട്ട് അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടക്കുക. മീനുണ്ട് കേട്ടോ, അത്യാവശ്യം വെള്ളത്തിൽ വന്ന് വെട്ടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട്. പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം പോലെ. ഇതിപ്പം ഓഫ് സീസണാണ്, അതുകൊണ്ടാണ്. സീസൺ കഴിഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന്, അതുകൊണ്ടാണ് ആൾ കുറവ്. കണ്ടോ മീൻ കുഞ്ഞുങ്ങൾ. അപ്പം സീസണൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ആൾ വരുന്നൊരു ഏരിയ കേട്ടോ ഇത്. കണ്ടോ അടിപൊളി ബ്യൂട്ടിഫുൾ ഫ്ലെയിമാണ് കേട്ടോ, നല്ല രസമുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം തണുപ്പെന്നൊക്കെ വെച്ചാൽ ഭയങ്കരമായിട്ട് പോട്ടോ. അത് നമ്മൾ ഇത്ര തണുപ്പിക്കൂടെ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഈ ഒരു സത്രം മുമ്പും ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റും. അത്യാവശ്യം എല്ലാം നമ്മൾ കാണിക്കാവേ. നമ്മൾ അത്യാവശ്യം ഇവിടെ കണ്ടു. നമ്മളെപ്പോഴും വന്നിരിക്കാറുള്ള സ്പോട്ടൊക്കെയാണ്, പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചതേ ഉള്ളൂ. നല്ല രസം കേട്ടോ, എല്ലാവർക്കും പറഞ്ഞാൽ വരാം. പോയേക്കണം, അടുത്തരാം. നമുക്ക് 2 ഫോട്ടോയും കൂടെ എടുത്തിട്ട് പോയേക്കാം. പിന്നെ ബാക്കി മണ്ടേശൻ്റെ അടുത്ത സ്ഥലം കാണിച്ചു തരാം. അപ്പം നമ്മൾ ആ ഒരു വെള്ളം കണ്ടു. അവിടുന്ന് തൊട്ട് മുന്നോട്ടേക്ക് വരുമ്പം ഈ ഒരു റൈറ്റ് കണ്ടു. ഈ ഒരു റൈറ്റ് ഇതാണ് ഗവിക്കുള്ള റൈറ്റ്. ഓട്ടോ പോസ്റ്റ് ഓഫീസാണ് കണ്ടോ, വള്ളക്കടവ്. സത്രം പിന്നില്ലേ നമ്മുടെ ഈ ഒരു വഴിയാട്ടോ ഗവിക്കൊക്കെ പോകുന്നത്. അത് ഈ ഒരു കയറുന്ന വഴിയോട്ട് അടിപൊളിയാണ്. നല്ല തേയിലത്തോട്ടം. പിന്നെ ഇവിടെ എന്തോ ഗാനമേള എന്തോ നടക്കുന്നുണ്ട്, നല്ല പാട്ടൊക്കെ കേൾക്കും. ഇവിടെ നമ്മൾ ഇതാണ് കുറച്ച് കയറി വന്ന് ജസ്റ്റ് ആ ഒരു കയറി വന്ന വഴിയെ തന്നെയാണല്ലോ. ഓട്ടാ കയറി വരുമ്പോൾ തന്നെ ഇവിടുന്നുണ്ടോ ലെഫ്റ്റിലേക്ക് ഒരു വഴി. ഈ ഒരു വഴിയാണ് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടത്. നല്ലൊരു ഗുൽമോഹർമാരും ഒക്കെ ഇപ്പോൾ ഉണ്ട്. അടിപൊളിയാണ്, നല്ല വഴി. ഈ ഒരു ഇറങ്ങിപ്പോകുന്ന ഇനി അങ്ങോട്ടുണ്ടല്ലോ പാട്ട്. ഈ ഒരു നമ്മൾ സത്രത്തിനുള്ള വഴി കയറുമ്പോൾ അടിപൊളിയാണ്. അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഒരു വേറെ വൈബ്. ഇവിടെ തൊട്ട് റോഡൊക്കെ ചെറിയ മോശമുണ്ട്. നമ്മുടെ ബൈക്കായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ബാക്കി കൂടുതലും ഇതിൽ ജീപ്പാണ് പോകുന്നത്. കിളികൾ ഇഷ്ടം പോലെ കിളികളുണ്ട് കേട്ടോ. എല്ലാവരും പറന്ന് പോവുകയാണ്. സ്ഥലം നോക്കി ഇങ്ങനെ അടിപൊളിയൊക്കെ. റോഡൊക്കെ ശരിക്കും മോശമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വളവിൽ സത്രമൊന്നും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ കയറി ആ മണ്ടയിൽ കൂടെ വേണം കയറി പോകാൻ. അവിടുന്ന് പാരലായിട്ട് വേറെ റോഡുണ്ട്. ഈ ഒരു സത്രം കയറി കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ ഇഷ്ടം പോലെ ഹിഡൻ സ്പോട്ടുണ്ട്. അത് നോർമലി വന്ന് പോകുന്നതല്ലാതെ ഒത്തിരി അധികം സ്പോട്ടുണ്ട്. അത് ഇവിടെ വന്ന് പോയവർക്കൊക്കെ അറിയുള്ളൂ സത്രം. ഇനി നമ്മൾ തിരിഞ്ഞത് മണ്ടയിൽ കയറണം. വഴിയൊക്കെ നല്ലോണം മോശമായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, അങ്ങ് പോകാവുന്നേ ഉള്ളൂ. വന്ന് നമ്മൾ നല്ല പുൽമേട് എത്തിയിരിക്കുകയാണ്. പേടിക്കണ്ട, റോഡ് ഇവിടം വരെ ഉള്ളൂ. ഇപ്പോൾ അങ്ങോട്ട് റോഡ് തീരും. നമ്മൾ ഓഫ് റോഡിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഓഫ് റോഡ് തുടങ്ങിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ളത്
കിണ്ണൻ ഓഫ് റോഡാ കാണിക്കാം. അപ്പോൾ നമ്മൾ വിടും. അപ്പോൾ കണ്ടല്ലോ, ഓഫ് റോഡെന്നൊക്കെ വെച്ചാൽ നല്ല കിണ്ണൻ ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടും. വലിയ ഹാർഡ് കോറൊന്നും അല്ലെങ്കിൽ പോലും നന്നായിട്ട് വലിയൊരു ഓഫ് റോഡാണ് കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് പോയി നമ്മുടെ വണ്ടിയൊക്കെ തട്ടും. നമ്മൾക്ക് താമസിച്ചാലും നമ്മുടെ വണ്ടിക്കൊന്നും പറ്റാതെ കൊണ്ടുപോകുന്നു കേട്ടോ. എത്തിക്കോടാ. ഓഫ് റോഡാണ് ഗൈസ്, ഓഫ് റോഡ്. സപ്പതി സ്ഥലം കണ്ടോ, നല്ല കഷ്ടപ്പാടാണ് കയറി വരാൻ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഈ ലെഫ്റ്റിലേക്ക്. അപ്പം നമുക്ക് ഇത് കണ്ടിട്ട് തിരിച്ച് അങ്ങോട്ട് പോകാം. നല്ല പാട് വിടും കേട്ടോ നമുക്ക് പോകാൻ. ഇവിടെ ജീപ്പെല്ലാം പോയി ജീപ്പുകാരെ അടിച്ച് പറിച്ച് പോയിട്ട് നമുക്ക് നോക്കാം എന്നാണ് നമ്മൾ പോകും. അങ്ങനെ ഇവിടുത്തെ ഒരു മെയിൻ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ ഏറെക്കുറെ വന്ന് എത്തിയിരിക്കുകയാണ്. നല്ല പാട് വിട്ടുവിട്ടാണ് വരുന്നത്. വഴി അത്ര എളുപ്പമല്ല, ശരിക്കും പാട് വിട്ടുവിട്ടാണ്. നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്താണ് നമ്മൾ കയറിയിരിക്കേണ്ടത്. അടിപൊളിയാണ്. അത്യാവശ്യം കുറച്ച് നമ്മൾ വരുമ്പോൾ ജീപ്പ് ഉണ്ടായിരുന്നു, കുറേ ജീപ്പൊക്കെ കയറി പോയിട്ടോ. നമ്മൾ സ്കൂട്ടറിലായിട്ട് ശരിക്കും പാടുപെട്ടു. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ്. നമ്മൾ പിന്നെ വന്നു. അത് കണ്ടോ, ആരൊക്കെ ഇവിടെ ഡ്രോൺ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതെ വേറെ വെക്കാം. അതെ ഇനി ഞാൻ സ്ഥലങ്ങൾ കാണിച്ചിടാം കേട്ടോ. എങ്ങനെയുണ്ടോ നോക്ക്. കണ്ടോ, നമ്മൾ പണ്ട് ഇടയ്ക്ക് ഇവിടെ വന്നപ്പം തൊട്ട് താഴെ ആന നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ ഈ കടകളൊക്കെ ഉണ്ടല്ലോ, കടയെല്ലാം ആന അടിച്ച് നശിപ്പിച്ചിട്ട് നിൽക്കുമായിരുന്നു. ഇവരെ നോക്കിയാണ്. ഇവിടെ 380-200 ഉണ്ട്. ഡ്രോണാണിത്. അങ്ങനെ അവിടെ ഒരു ചേട്ടൻ ഭയങ്കര ഡ്രോൺ പറത്തലാണ്. ഇവിടെ റിസോർട്ടാണ്, താഴെ വരുവാൻ തോന്നുന്നു കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും, അതിനപ്പുറം പോകാൻ പറ്റില്ല. കണ്ടില്ലേ, അവിടെ ഒരു ഫെൻസ് എന്തോ ഉണ്ട്, എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് നമ്മളിപ്പോൾ ഇത്ര ലേറ്റ് ആയിട്ടാന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ഇതിൻ്റെ മുകളിൽ ആനയൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കണ്ടതാണ്. ചിലപ്പോൾ അപ്പുറം എവിടെയെങ്കിലും കാണാം. നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ തുറന്ന് നോക്കാം. വഴി ശരിക്കും മോശമാണ്, നമ്മൾ പാടുപെടാം കേട്ടോ. ആ ഏരിയ ഉണ്ട്, എനിക്കൊന്നും അതാണെന്ന് തോന്നുന്നു. നമ്മുടെ എയർ സ്ട്രിപ്പ് നമുക്ക് പണ്ട് അതിനകത്ത് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പം അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വ്യൂ പോയിന്റ് കണ്ടു. പിന്നീട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടെ ഭയങ്കര ഡ്രോൺ ഷൂട്ട്, DSLR ഷൂട്ട് ഭയങ്കര പരിപാടി നടക്കുകയാണ്.
അപ്പോൾ അവിടെ പുറകിൽ ഒരു വ്യൂ കണ്ടിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന വഴിയുണ്ടോ, ഈ ഒരു വഴിയാണ് നമ്മൾ വന്നത്. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇനി നമ്മൾ തിരിച്ച് ഇതുവഴിയാണ് അടുത്ത സ്ഥലങ്ങൾ കാണാൻ ലെഫ്റ്റിലേക്ക് പോവാണ്. റോഡൊക്കെ കണ്ടല്ലോ, നല്ല മോശമാണ്. നമ്മൾ വലിയ പൂവാണ്. മഴയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മഴ കൊണ്ടാണ് ചള്ളയും കറക്കായിട്ട് പണി കിട്ടിയാൽ നനഞ്ഞു കുളിച്ച് ഓടി ചള്ളയായാലും ഭയങ്കര പാടല്ലേ. പിന്നെ നമ്മൾ വരുമ്പോഴല്ലോ മഴയായിരുന്നു, നമ്മുടെ ചള്ളയൊക്കെ വണ്ടി ഫുള്ള് ചള്ളയായി പോയായിരുന്നു. ഇന്ന് രാത്രിയില്ല വന്ന്, അന്ന് രാത്രി. വഴി ഉണ്ടല്ലോ ശരിക്കും നല്ല ഓഫ് റോഡ് എന്ന് വെച്ചാൽ നല്ല ഓഫ് റോഡാണ്. നമ്മളുണ്ടല്ലോ ഈ ആക്റ്റീവായിട്ട് വരുന്നത് കണ്ടിട്ട് ജീപ്പുകാരൊക്കെ നമ്മളോട് പറഞ്ഞത് ഇതുവഴി ഇതൊന്നും പോകത്തില്ലെന്നാണ് സംഭവം. ഈ വഴിയൊക്കെ നമുക്കറിയാം ഓഫ് റോഡാണ്, ഇതിലും വലിയ ഓഫ് റോഡ് നമ്മൾ പോയിട്ടുമുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ധൈര്യവും ചെറുതായിട്ടെങ്കിലും ഉള്ളൊരു സ്കില്ല് വെച്ചൊക്കെയാണ് പോകുന്നത്. അപ്പം നിങ്ങളും വരിക, വന്ന് ഇവിടെയൊക്കെ കാണുക. അപ്പം ആക്റ്റീവ വന്നു, അതുകൊണ്ട് സിമ്പിൾ വഴിയാണ്, വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ വഴിയാണെന്ന് ഓർത്ത് വരില്ല. നല്ല ഓഫ് റോഡാണ്, നല്ല പാടാണ്. അതിനെല്ലാം മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും തയ്യാറെടുത്ത് മാത്രം ഇങ്ങോട്ടേക്ക് വരിക. പിന്നെ മൃഗങ്ങളൊക്കെ വരും, ഭാഗ്യത്തിനൊന്നുമില്ല. വല്ല മൃഗങ്ങളൊക്കെ വന്നാൽ ഇറങ്ങി ഓടും, എന്തെങ്കിലുമൊക്കെ ജീവൻ രക്ഷിക്കാൻ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് വന്നിട്ട് മൃഗങ്ങൾ വല്ലതും പിടിച്ച് എന്നെയൊന്നും പറഞ്ഞേക്കില്ല. ആ ഒരു വ്യൂ കാണിച്ചില്ലേ, വ്യൂവിൻ്റെ അവിടെ നിന്നപ്പോഴത്തേനും അവിടെ ആ കട നടന്ന ചേച്ചിയും മറ്റേ ഫോറസ്റ്റ് ഓഫീസറാണെന്ന് തോന്നുന്നു, അവർ തമ്മിൽ ഉള്ള ടോക്ക് ഞാൻ കേട്ടതാണ്. അവരപ്പം പോലും കടുവ കഴിഞ്ഞ ദിവസം വന്നതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. പിന്നെ കോമൺലി കടുവ, മ്ലാവ്, മാന്, കാട്ടുപോത്ത്, പിന്നെ ഒരു നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ഇല്ലേ, അതിൻ്റെ ഒരു പാർട്ടാണിത്. പക്ഷെ അടിപൊളിയാണ് കണ്ടില്ലേ, ആ ഒരു മലനിരകളൊക്കെ ഇല്ലേ ഫുള്ള് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് തോന്നേ ജീപ്പുകാർ പോകുമ്പോഴേ ഇവിടെ ഈ ചള്ളയിൽ വണ്ടി താന്നു പോകുന്നുണ്ടായിരിക്കും, അതിനാലാണ് ഇത് ചള്ള കോരി മാറ്റിയിരിക്കുന്നുണ്ട്. എന്തോരം ഹൈറ്റിൽ ചള്ള കോരി മാറ്റിയിരിക്കുന്നത്. ഇതാണ് റോഡ്, ഇത്ര ഹൈറ്റിൽ ചള്ള എടുത്ത് മാറ്റിയത്, അല്ലെങ്കിൽ വണ്ടി താന്നു. ഏകദേശം അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ ഇതുണ്ടോ, ഇലക്ട്രിക് ഫെൻസ് ഉണ്ട്, ആനയൊന്നും കിടക്കായിരിക്കും. പിന്നെ ഇത് ഇതൊക്കെ വെള്ളം, മഴക്കാലമാണെങ്കിൽ ഉണ്ടോ ഇത് നിറച്ചും വെള്ളം ഒഴുകും, അടിപൊളിയാണ് കേട്ടോ ഇവിടെ. അതായത് ഈ കല്ല് കിടക്കുന്നുണ്ട്, ഇത്രയും ഏരിയയിൽ ഭയങ്കര ഏരിയയിലായിട്ട് വെള്ളം ഒഴുകുന്നതാണ്. എന്താ ചെറിയൊരു വിഗ്രഹം ഉണ്ടോ ഇരിപ്പുണ്ട്, വിശ്വാസമുള്ളൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഉണ്ടോ വെള്ളം പോകുന്നത്. മഴക്കാലത്ത് വരുവാണെങ്കിൽ കിഡുവാണ് ഇവിടെ, ഭയങ്കര വെള്ളമായിരിക്കും. അങ്ങനെ വന്ന് നമ്മൾ ഒരു കോൺക്രീറ്റ് ഉള്ള റോഡെ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരു ട്രെഞ്ചുണ്ട്, കാരണം അവിടെ നിന്ന് എപ്പോഴും കാട്ടാനകൾ പോകുന്ന കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ അടുത്തേക്ക് വരും, അത് അത്രയും ആയിരിക്കും. നമുക്ക് എന്താണെങ്കിലും വന്ന് കണ്ടു നോക്കാവേ. ഇവിടെ ഒരു കട വന്നിട്ടുണ്ട്, ടൂറിസ്റ്റ് ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഈ ഓരോരോ വണ്ടികൾ ഇറങ്ങി വരുന്നതുണ്ടോ, ഇതിവിടെ സത്രം പോകാൻ പാക്കേജ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ, അല്ല കണ്ട് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, നല്ല സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ ഇതേപോലെ പാക്കേജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വണ്ടിയുണ്ട്. ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലധികം സ്ഥലങ്ങളും വ്യൂസും എല്ലാം കാണിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത്ര സമയമെടുത്ത് നമുക്കിതെല്ലാം കാണിക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, അറിയാണ് ജീപ്പ് നമുക്ക് ഓപ്പണാക്കിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഇതുപോലെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കണ്ടുപോകാൻ പറ്റും. ഇൻ കേസ് കാണണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ട്രെഞ്ചാണ് കേട്ടോ. ഇവിടെയാണ് അത്യാവശ്യം ഇടയ്ക്ക് കാട്ടാനൊക്കെ ഇറങ്ങാറുള്ളത്.
മെയിൻ ഏരിയ ആണ്. നമുക്കപ്പം ഇങ്ങോട്ടേക്ക് ഒന്ന് കയറി നോക്കാം. ശരിക്കും പാടുപെട്ട് നമ്മൾ മടുത്തി കിടന്നു. നല്ല ഓഫ് റോഡായിരുന്നു. ആ ഒരു ഭയങ്കര നാരോ സ്പേസാണ്. പിന്നെ ഈ സൈഡിൽ യുക്കാലിയുടെയും യുക്കാലിയല്ല പുൽത്തൈലം അത് കൂട്ട് ചെടികൾ നിൽപ്പുണ്ട്. അപ്പം പിന്നെ ഇതിൽ നല്ല മൂർച്ച കൊണ്ട് നമ്മുടെ ദേഹമൊക്കെ മുറിയും. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു വഴിയെ കയറി വന്നു കിട്ടും. ഇവിടെ കുറച്ച് ജീപ്പ് സ്പോട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്ക് വെള്ളം വരാം. നമ്മുടെ വണ്ടിയുണ്ട്, എല്ലാം ഞാൻ റെഡിയാക്കി തരാം. പിന്നെ നമ്മളിവിടെ കയറി വരുമ്പോൾ ഈ ഒരു സ്പോട്ടുണ്ട്. ഇവിടത്തേക്ക് കടയൊക്കെ പെർമനൻ്റായിട്ട് വയ്ക്കത്തില്ല, കാരണം മൃഗങ്ങൾ നശിപ്പിക്കും. ഇതൊരു മെയിൻ ഏരിയ ആണ് കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെ കാണിച്ചു തരാൻ നമുക്ക് ഭാഗ്യമില്ല കേട്ടോ. മൃഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ തന്നെയാണ് ഇവിടെ ഇഷ്ടം പോലെ മൃഗങ്ങൾ വരുന്ന കേട്ടോ. ഒരു കോമൺലി കാട്ടുപോത്ത്, കാട്ടാന, മ്ലാവ് അങ്ങനെ എല്ലാം വരുന്നൊരു ഏരിയ കേട്ടോ. അതായത് നിങ്ങളൊരു വെളുപ്പിനോ അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എന്താണോ ഇല്ല, കുറച്ചുകൂടെ മുന്നോട്ടേക്ക് തപ്പി നോക്കാം ഇനി എവിടെയെങ്കിലും കാണുമോ. നമുക്ക് ഭാഗ്യമുണ്ട്, പക്ഷെ വീഡിയോയിൽ കാണുന്നതല്ല. അതുപോലെ അവിടുന്ന് വെട്ടം അടിക്കുന്നത് ഈ മണ്ടയിൽ കാണുന്നത് കാട്ടുപോത്താണ്. നമുക്ക് വീഡിയോയിൽ കാണാമെന്നറിയില്ലത്. ഈ മണ്ടയിൽ നിൽക്കുന്നതെല്ലാം കാട്ടുപോത്താണ് കേട്ടോ. പിന്നെ മണ്ട ഒരു മലയും കൂടെയാണ്, പക്ഷെ അത് വീഡിയോയിൽ ക്ലിയർ അല്ല കേട്ടോ. അവിടെയൊക്കെ ഒരു 3-4 നിൽപ്പുണ്ട്. അതായത് നമ്മൾ വന്നത് വെറുത്തായെന്ന് വെച്ചാൽ ഒത്തിരി ദൂരമാണ്, പക്ഷെ എന്തായാലും നമുക്കൊന്ന് കാണാൻ പറ്റിയില്ലോ. അത് നമുക്ക് സന്തോഷമായി. അമ്പൊന്ന് കാണിക്കടാ. കണ്ടില്ല, നമ്മുടെ അൾട്രയിൽ സൂം ചെയ്തപ്പോൾ കാണാം കാട്ടുപോത്ത് നിൽക്കുക. അത്യാവശ്യം 3 ഉണ്ട് കേട്ടോ. അവിടെ ഒരൈറ്റത്തെ കണ്ട് ജാക്സൺ ഞെട്ടിപ്പോയി, പക്ഷെ അത് കാട്ട് പശുവായിരിക്കുകയാണ്. വെറും പശുക്കളാണ് കേട്ടോ. ചിലപ്പോൾ കയറി മരത്തിലൊക്കെ കയറി ഇരിക്കുകയല്ലേ, മരത്തിൻ്റെ മറവിലും. ഇനി അപ്പുറത്തെ എവിടെയെങ്കിലും പോയി ഇതുപോലെ കാട്ടുപോത്ത് ആനയെല്ലാം കാണാൻ പറ്റുമോ? ഇതല്ലേ മെയിനായിട്ടുള്ളത്. അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയിരുന്നു. അവിടെ പോകുന്നില്ല. അതൊന്നുമില്ല. ഇനി മേടിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഇതിന് മൊത്തത്തിൽ വ്യൂ കാണാം. മഞ്ഞ് കാരണം ഒന്നും ക്ലിയർ അല്ല. കയ്യിൽ പോകണല്ലേ. വേറെ ഇനിയിപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റുമോ? ഇത് രണ്ടും പിന്നെ പരമ്പര പോവാം. എയർ സ്ട്രിപ്പിലോട്ട് കയറാം. എയർ സ്ട്രിപ്പിൽ ആദ്യം ഇറങ്ങാൻ പറ്റും. എയർ സ്ട്രിപ്പ് അതാ അവിടെ ഇറങ്ങാൻ പറ്റില്ല. ആ ഒരു കാല് നട്ടിക്കുന്നുണ്ട് പച്ച കളർ. അവിടെ നിന്ന് നടന്ന് അവിടെ താഴെ വന്നിട്ട് അവിടെ സ്ട്രിപ്പിൽ ഇറങ്ങാൻ പറ്റുമോ? ഇല്ല, അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അവിടെ വീട്ടുകാർ നോക്കാപ്പിച്ചേക്കുവാ. ഇടയ്ക്ക് കണ്ടെന്ന് പറഞ്ഞാൽ ബൈക്ക് ഇറക്കി. ഇതിപ്പോൾ ഇങ്ങനെ മൂടി നയിക്കുന്നോണ്ടേ ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. കുറച്ച് വൈകുന്നേരം ഒരു 3-3:30 ആകുമ്പോൾ വരുവാണല്ലേ. മഞ്ഞ് വരുന്ന കയറി വരുന്നൊക്കെ 4 മണി എടുക്കാൻ പറ്റും. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അടുത്തത് ആ വണ്ടി പോകുന്നല്ലേ പോവാ. അല്ല, ഇതിവിടെ നേരെ വലത്തോട്ടിൽ കയറി പോകുന്നേ. ആ വലത്തോട്ട് കയറി. അപ്പോൾ നമ്മൾ വടക്കുതിര ഇരിക്കുന്നത് കണ്ടോ. എന്ത് ഓഫ് റോഡ് വന്നിട്ടുണ്ട് മച്ചാൻ. ഒരു കുലുക്കമില്ല, ഒരു സീൻ, ഒരു അത്രയും ക്ലിയറൻസ് ഇല്ലാത്ത റോഡിൽ കൂടി ചെറിയ. പിന്നെ നമ്മൾ നോക്കി പിടിച്ച് വണ്ടിക്ക് ഇത് ഒന്നും പറ്റാതെ കേട്ടോ വന്നപ്പോൾ കിളികളൊക്കെ കാറുന്ന സൗണ്ട് കേൾക്കാം. പിന്നെ ഇത് സംഭവം ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അത് നമ്മുടെ എയർ സ്ട്രിപ്പാണ്, എയർപോർട്ടാണ്. അത്യാവശ്യം NCC നമുക്ക് ഫ്ലൈറ്റൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട്, ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ വലിയ ഒന്നുമില്ല, ഹെലികോപ്റ്ററോ ചെറിയ ഫ്ലൈറ്റൊക്കെ ഇറക്കാം. ചെറിയ ജെറ്റ് ആ സെറ്റപ്പേ ഉള്ളൂ കേട്ടോ. പക്ഷേ അടിപൊളി. ഇവിടെ ഇങ്ങനൊരു സാധനമുള്ളത്. നമ്മുടെ മെയിൻ മൃഗങ്ങൾ വരുന്ന ഏരിയ. നമ്മൾ കാട്ടുപോത്തിനെയൊക്കെ കണ്ടു. പിന്നെ വൈകുന്നേരമൊക്കെ കാണാം ബാക്കി മൃഗങ്ങൾ. ഇനി പറഞ്ഞാൽ ചിലപ്പോൾ വെയിലായതുകൊണ്ട്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി അടുത്ത സ്പോട്ടിലേക്ക് പോയി നോക്കാം. നമ്മളങ്ങനെ ആ ഒരു പോയിന്റ് കഴിഞ്ഞ് ഇറങ്ങി താഴെ വന്നു കേട്ടോ. ഇനി ആ ഒരു കോൺക്രീറ്റ് റോഡേ വന്നു. നമുക്കിനി ഇതിലേ പോവാം. അത് നമ്മുടെ കാട്ട് പശുക്കൾ അടിപൊളി വഴിയാണ് കേട്ടോ. രക്ഷയില്ല. ഇവിടെ ഇങ്ങനെ നേരെ പിടിച്ചെടുത്തറ ഫോൺ. അപ്പോൾ കോൺക്രീറ്റ് റോഡ് വന്നു. വീണ്ടും നമ്മളത് കഴിഞ്ഞ ഒരു റോഡിലേക്ക് കയറിയിരിക്കുകയാണ്.